ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇല്ലാത്തത് യൂത്ത് കോൺഗ്രസിനുള്ളിൽ തന്നെ പ്രധാനപ്പെട്ട ചർച്ചയായും വിമർശനമായും ഉയർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി ചേർന്നപ്പോൾ ഒരു യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന അധ്യക്ഷനെ പോലും നിയമിക്കാൻ കെൽപ്പില്ലാത്ത പാർട്ടിയായി മാറി എന്ന വിമർശനം അവരുടെ ഉള്ളിൽ തന്നെ കേട്ടതാണ്. ഇത് പറഞ്ഞു വരുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ കലഹം രൂക്ഷമാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും നേർക്കുനേർ നിൽക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ പുതിയ രാഷ്ട്രീയ സമവാക്യം കോൺഗ്രസിനുള്ളിൽ വന്നിരിക്കുന്നത്. രമേശ് ചെന്നിത്തല അബിൻ വർക്കിക്ക് വേണ്ടി നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം ആരായിരിക്കും പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന് ചോദിച്ചപ്പോൾ അബിൻ വർക്കിയെ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ കണ്ടതാണ് ചെന്നിത്തല. മറുഭാഗത്ത് ബിനു ചുള്ളിലിന് വേണ്ടി KC വേണുഗോപാൽ രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമവായത്തിനുള്ള എല്ലാ ശ്രമങ്ങളും കോൺഗ്രസിനുള്ളിൽ അവസാനിച്ചിരിക്കുന്നു. അതായത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറികൾക്ക് ഇടവയ്ക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നോക്കാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിർമ്മൻ തിരുവനന്തപുരത്ത് നിന്ന് എന്നോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. നിർമ്മൻ, ഞാൻ ആദ്യം നിർമ്മനുള്ള കാര്യം മറന്നുപോയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് വരാണ്ടിരുന്നത്, സോറി. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും നേർക്കുനേർ നിൽക്കുന്നു എന്നതാണ്. അബിൻ വർക്കിക്ക് വേണ്ടി രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെ ബിനു ചുള്ളിലിന് വേണ്ടി KC വേണുഗോപാലും. ഇതിനെ നിർമ്മനാണല്ലോ ചോദിച്ചത്, പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ആരാകുമെന്ന് ചോദിച്ചപ്പോൾ അബിൻ വർക്കിയെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന ചെന്നിത്തലയുടെ വാർത്ത ഇന്നലെ നമ്മുടെ മുൻപിൽ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും നേർക്കുനേർ വരുമ്പോൾ കോൺഗ്രസിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ ചൊല്ലി എങ്ങനെയാണ്? മനു, നിലവിലുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് പോയി. അതിൻ്റെ സാഹചര്യം നമുക്ക് കേരളം സജീവമായി ഇപ്പോഴും ചർച്ച ചെയ്യുന്ന കാര്യമാണ്. അന്ന് രാജിവെച്ച് പോയിട്ട് രണ്ടാമത്തെ മാസമാകുന്നു. ഒരു പ്രതിപക്ഷ സംഘടനയാണ്. പ്രതിപക്ഷ സംഘടനയുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനാകാത്തതിൻ്റെ തർക്കമെന്ന് പറയുന്നത് പലതരത്തിലുള്ള ലെയറായ തർക്കങ്ങളുണ്ട്. ഒന്ന്, പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ ഭരണഘടന പ്രകാരം തെരഞ്ഞെടുപ്പ് വന്നാൽ ആ തെരഞ്ഞെടുപ്പിൽ ഒന്നാം സ്ഥാനം എത്തുന്നയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, മറ്റേയാൾ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാകും. രണ്ടാമത് വോട്ട് കിട്ടുന്നയാളാണ് അബിൻ വർക്കി. അങ്ങനെയാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റായി. നിലവിൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. നിലവിലുള്ള തെരഞ്ഞെടുപ്പ്, അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് അംഗീകരിക്കപ്പെട്ടാൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ആ പ്രസിഡന്റ് ഒഴിഞ്ഞാൽ അടുത്ത് വൈസ് പ്രസിഡന്റിനായിരിക്കും അടുത്ത് സംസ്ഥാന പ്രസിഡന്റ് ആവാൻ യോഗ്യത. സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രകാരമാണ് എങ്കിൽ. പക്ഷേ ഇക്കാര്യത്തിൽ അബിൻ വർക്കിയെ സംസ്ഥാന പ്രസിഡന്റായി അംഗീകരിക്കാൻ മറുവിഭാഗം തയ്യാറാകുന്നില്ല. കാരണം അദ്ദേഹം ഐ വിഭാഗത്തിൻ്റെ, പ്രത്യേകിച്ച് വിശാല ഐ എന്ന് പറയാൻ കഴിയില്ല. ഐ ആണെങ്കിൽ KC വേണുഗോപാലും VD സതീശനും എല്ലാം ഐ ആണ്, K മുരളീധരൻ അടക്കം ഐ ആണ്. പക്ഷേ ഇപ്പോഴത്തെ ഐ എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായി നിൽക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. KC വേണുഗോപാൽ ബിനു ചുള്ളിയിൽ എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ സെക്രട്ടറിയെയാണ് KC വേണുഗോപാൽ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് പദവിയിലേക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. ഏറെക്കുറെ ബിനു ചുള്ളിയുടെ പേര് തീരുമാനിക്കപ്പെട്ടു, കഴിഞ്ഞ 2-3 ദിവസത്തിന് മുമ്പ് തീരുമാനിച്ചതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ രമേശ് ചെന്നിത്തല ശക്തമായി വാദം ഉന്നയിക്കുന്നത് ചില ന്യായങ്ങളും കൂടി അദ്ദേഹത്തിൻ്റെ വിഭാഗം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ രാഹുൽ ഗാന്ധി പറഞ്ഞതനുസരിച്ച് സംഘടനാ തെരഞ്ഞെടുപ്പാണ് അംഗീകരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായി ഇക്കാര്യത്തിൽ അബിൻ വർക്കി തന്നെ വരണം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും അനധികൃതമായി ഈ ബിനു ചുള്ളിയിൽ എന്ന് പറയുന്നയാൾ കഴിഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാളാണ്, പുറത്തു നിന്ന ഒരാളാണ്. ഒപ്പം തന്നെ അബിൻ വർക്കിയുടെയും OJ ജനീഷിൻ്റെയും മറ്റ് 2 പേരുകൾ കൂടി നേരത്തെ പറഞ്ഞു കേട്ടതാണ്. ഈ KM അഭിജിത്തും സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല. പക്ഷേ തൃശ്ശൂരിലെ ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റായ OJ ജനീഷ് ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെയും A വിഭാഗത്തിലെ ഏറ്റവും ശക്തനായ നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിച്ചിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ തള്ളിപ്പോയി. ഇപ്പോൾ 2 പേരുകളേ ഉള്ളൂ. ഒന്ന് ബിനു ചുള്ളിയിലും മറ്റൊന്ന് അബിൻ വർക്കിയും. അബിൻ വർക്കിയെ തന്നെ ഈ ഭരണഘടന പ്രകാരം യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയാക്കണം എന്ന ഉറച്ച നിലപാടിൽ തന്നെ രമേശ് ചെന്നിത്തല നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയോട് തന്നെ നമ്മൾ നേരിട്ട് ചോദിച്ചു, അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചപ്പോൾ പിന്നിലേക്ക് ചൂണ്ടി, ഒപ്പം അബിൻ വർക്കി ഉണ്ടായിരുന്നു, നിൽക്കുന്നു എന്ന തരത്തിൽ ചൂണ്ടി അദ്ദേഹം കാണിക്കുകയുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇദ്ദേഹമാണോ എന്ന് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അത് യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമാണ് നിലപാട് എടുക്കേണ്ടത് എന്ന് അദ്ദേഹം അത് വിശദീകരിച്ച് പറയുകയും ചെയ്തു. പക്ഷേ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നു. ഗ്രൂപ്പുകൾ തിരിഞ്ഞുള്ള വലിയ തരത്തിലുള്ള തർക്കമാണ് നടക്കുന്നത്. ബിനു ചുള്ളിയലിന് KC വേണുഗോപാലിൻ്റെ പിന്തുണ ഉള്ളതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നിലവിലെ സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രകാരമല്ലാതെ ആ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായി റദ്ദാക്കിക്കൊണ്ട് ആ പുതിയ ഭാരവാഹിയെ പുറത്തുനിന്ന് കൊണ്ടുവരാം. പക്ഷേ ആരെങ്കിലും കോടതിയെ സമീപിച്ചാൽ കോടതിയിൽ തന്നെ നേരത്തെ ഒരു സത്യവാങ്മൂലം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിത്വത്തിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് സംസ്ഥാന പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എന്നൊരു കോടതിയിലൊരു കേസുണ്ട്. അതിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ ഭാരവാഹികൾ കൊടുത്ത ഒരു സത്യവാങ്മൂലമുണ്ട്. അതിൽ പറയുന്നത്, ഒന്നാമത് യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് നടത്തി തിരഞ്ഞെടുക്കപ്പെടുന്ന വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ച് 5 പേരെ ലിസ്റ്റ് ചെയ്യുകയും അതിൽ നിന്ന്
ഇൻ്റർവ്യൂ നടത്തി ഒന്നാമനെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിയാകുന്നത്. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഭാരവാഹി ആയതെന്നാണ്. അങ്ങനെ ഇനി അബിൻ വർക്കിയെ ആക്കാതെ പുറത്തു നിന്നൊരാളെ കൊണ്ടുവന്നാൽ വീണ്ടും കോടതി വ്യവഹാരങ്ങളിലേക്ക് പോകുമോ എന്നൊരു ഭയം ദേശീയ നേതൃത്വത്തിനുണ്ട്. പക്ഷേ കേരളത്തിലെ നേതാക്കൾ ഇക്കാര്യത്തിൽ ചേരിതിരിഞ്ഞ് രണ്ടഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ 2 മാസമായിട്ടും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കാനായില്ല. ഒരു കാര്യം കൂടി ഉണ്ട്. ഈ കാര്യത്തിൽ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പണപ്പിരിവ് നടത്തി, 30 വീടുകൾക്ക് വേണ്ടി പണപ്പിരിവ് നടത്തി. ഒരിടത്തും എത്തിയില്ല. വീടിന് വസ്തു വാങ്ങിയിട്ടില്ല. തുക 88 ലക്ഷം രൂപയെ പിരിഞ്ഞു കിട്ടിയെന്ന് പറയുന്നുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ 2 കോടി രൂപ അധികമായി കണ്ടെത്തണം. അക്കാര്യത്തിൽ കൂടി മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനില്ലാത്തത് കൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇപ്പോൾ ആരും മറുപടി പറയുന്നുമില്ല. മനു. ശരി, ഓക്കെ, താങ്ക് യു നിർബൻ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർബൻ അവസാനം പറഞ്ഞതാണ് പ്രസിഡന്റിനെ കണ്ടെത്തുകയോ ഇല്ലാതിരിക്കുകയോ, അത് അവരുടെ സംഘടനാപരമായ കാര്യം. പക്ഷേ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിച്ചുകൊണ്ടുപോയ പണത്തിന്റെ കണക്ക് അത് സ്വാഭാവികമായും പറയേണ്ടി വരും. അത് കോൺഗ്രസിന്റെ മാത്രം പ്രശ്നമല്ല, കാരണം നാട്ടിലിറങ്ങി പിരിച്ച പൈസയാണ്. അത് മറുപടി പറയേണ്ടി വരും. ആ ചോദ്യങ്ങൾ ഇനിയും ഉയരുക തന്നെ ചെയ്യും. എത്ര മാധ്യമങ്ങൾ എത്ര കാലം മൂടി വെക്കാൻ ശ്രമിച്ചാലും ആ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുക തന്നെ ചെയ്യും.